നമസ്കാരം. 2025 ഏപ്രിൽ 1 മുതൽ സാമ്പത്തിക പുതുവർഷം വരികയാണ്. ഈ സാമ്പത്തിക പുതുവർഷത്തിൽ ഒരു കച്ചവടക്കാരനും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായി നമ്മളെല്ലാവരും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നു. റൂൾ 46 സബ് റൂൾ ബി പ്രകാരം എങ്ങനെയാണ് ഇൻവോയ്സുകളുടെ നമ്പർ ക്രമീകരിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായി CGST ആക്ടിൽ പറയുന്നുണ്ട്. നമ്മൾ സാധാരണയായി ഇൻവോയ്സുകൾ ചെയ്യുമ്പോൾ 1, 2, 3 എന്ന ക്രമത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാ വർഷവും ഈ റൂള് പ്രകാരം എല്ലാ വർഷവും ഒരേ രീതിയിലുള്ള നമ്പറിങ് വേണമെന്നുണ്ട്. അപ്പോൾ 1 എന്നാണ് തുടങ്ങണമെങ്കിൽ അടുത്ത വർഷവും ഓരോ വർഷം തുടങ്ങുമ്പോഴും 1-ൽ നിന്ന് തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിടും. പക്ഷെ അത് ഒഴിവാക്കാനായിട്ട് സാധാരണയായിട്ട് ഇൻവോയ്സ് നമ്പറിന് മുൻപ് വർഷം കൂടി ചേർക്കാറുണ്ട്. ഉദാഹരണമായിട്ട് 1/4/2025 നാം ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻവോയ്സ് 2025-26 ബാർ 1 എന്ന ഇൻവോയ്സ് നമ്പറിൽ ആദ്യത്തെ ബില്ല് തുടങ്ങുകയും പിന്നെ 2, 3, 4 അങ്ങനെ ഒരു ക്രമത്തിലാണ് പോകുന്നതെങ്കിൽ ഓരോ വർഷവും എത്ര ഇൻവോയ്സുകൾ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയും അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് നോട്ടോ അല്ലെങ്കിൽ ഇ-വേ ബില്ലോ ഇതൊക്കെ എടുക്കുമ്പോൾ വളരെ കൃത്യമായ ലിങ്കുകൾ കറക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഈ സാധാരണ രീതിയിൽ ഇൻവോയ്സ് ചെയ്യുമ്പോൾ ആ ഇൻവോയ്സ് നമ്പറിനോടൊപ്പം വർഷമോ, ഇനി വലിയ തരത്തിലുള്ള സ്ഥാപനങ്ങൾ, വലിയ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവരുടെ ഹെഡ് ഓഫീസിനെ പ്രതിനിധീകരിച്ച് HO എന്നോ ബ്രാഞ്ച് എന്നോ BR എന്നൊക്കെ ചേർത്ത് കൊണ്ട് ചെയ്യാം. ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ചെയ്താണ്. ഇപ്പോൾ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ആ പേരിന്റെ ചെറിയ അബ്രിവേഷൻ കൂടെ ചേർത്തുകൊണ്ട് ഇൻവോയ്സ് ചെയ്യുന്ന രീതി ആയിരിക്കും നല്ലത്. എന്താണെങ്കിലും വളരെ ശ്രദ്ധിച്ച് എല്ലായ്പ്പോഴും എല്ലാ വർഷവും ഒരേ രീതിയിലുള്ള നമ്പറിംഗ് പാറ്റേൺ ഉപയോഗിക്കുവാനായിട്ട് GST ആക്ട് പറയുന്നുണ്ട്. ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. 2017-18 സാമ്പത്തിക വർഷം മുതൽ ഏതെങ്കിലും സാമ്പത്തിക വർഷം ഒരു കച്ചവടക്കാരന്റെ ടേൺ ഓവർ 5 കോടിയിൽ രൂപയിൽ കൂടുതൽ വന്നാൽ 1/4/2025 മുതൽ അവർ B2B കസ്റ്റമേഴ്സിന് നൽകുന്ന ബില്ലുകളെല്ലാം ഈ ഇൻവോയ്സുകളായിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. 5 കോടിയിൽ കൂടുതൽ ടേൺ ഓവർ ഉള്ള കച്ചവടക്കാർ 1/4/2025 മുതൽ ഇൻവോയ്സ് ചെയ്യുമ്പോൾ അവരുടെ HSN കോഡ് 6 അക്ക ഡിജിറ്റ് ഉള്ളതായിരിക്കണം. എക്സ്പോർട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്നവരും അതുപോലെ തന്നെ സെസ്സിലേക്ക് സപ്ലൈ ചെയ്യുന്ന രജിസ്റ്റേർഡ് ഡീലർമാരും 1/4/2025 തന്നെ പരമാവധി LUT അഥവാ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് നടത്തിയതിനു ശേഷം മാത്രമാണ് ഇൻവോയ്സുകൾ ഇഷ്യൂ ചെയ്യേണ്ടത്. 1/4/2025 മുതൽ ഈ ഇൻവോയ്സ് എടുക്കുന്നവരും അതുപോലെ തന്നെ ഇ-വേ ബില്ല് എടുക്കുന്നവർക്കും മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. GST, TDS ഏതെങ്കിലും ഡീലറുടെ കയ്യിൽ നിന്നും പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീലർ GSTR 7 ഫയൽ ചെയ്ത് വേണം ആ TDS അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ 1/4/2025 മുതൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുൻപ് നമുക്ക് ഏത് മാസത്തെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ക്ലെയിം ചെയ്യാമായിരുന്നു. പക്ഷെ 1/4/2025 മുതൽ അതത് മാസത്തെ തന്നെ ക്ലെയിം ചെയ്യുവാൻ ശ്രദ്ധിക്കണം. ഉദാഹരണമായിട്ട് ഏപ്രിൽ മാസത്തെ ക്ലെയിം ചെയ്യാതെ മെയ് മാസത്തിലാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ ഏപ്രിൽ മാസത്തെ പിന്നീട് ക്ലെയിം ചെയ്യുവാൻ സാധിക്കില്ല. മുൻപ് അങ്ങനെയല്ലായിരുന്നു. ഏത് മാസത്തെ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ 1/4/2025 മുതൽ ഏപ്രിലിലെ ക്ലെയിം ചെയ്യുക ആദ്യം, അത് കഴിഞ്ഞ് മെയ്യിലെ ക്ലെയിം ചെയ്യുക, അങ്ങനെ ഓർഡർ ആയിട്ട് ക്ലെയിം ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1/4/2025 മുതൽ ആദായ നികുതി വകുപ്പിലെ TDSൽ വന്നിരിക്കുന്ന ചില മാറ്റങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 1/4/2025 മുതൽ പാർട്ണർഷിപ്പ് ഫേമിൽ നിന്നും പാർട്ണർമാർ വിഡ്രോ ചെയ്യുന്ന തുകകൾക്ക് അത് 20,000 രൂപയിൽ കൂടുകയാണെങ്കിൽ 10% TDS പിടിച്ച് മാത്രമേ നൽകാവൂ എന്ന നിബന്ധന നിലവിൽ വന്നിട്ടുണ്ട്.
എല്ലാവരും അത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത പുതിയൊരു വകുപ്പാണ് 194T. 194I പ്രകാരം വാടക നൽകുമ്പോൾ സാധാരണയായി മാസം 20,000 രൂപ അല്ലെങ്കിൽ വർഷം 2,40,000 മുകളിൽ അധികരിക്കുന്ന തുകയ്ക്ക് 10% TDS പിടിക്കണമെന്ന നിബന്ധന ഉണ്ടായിരുന്നു. അത് ഇത്തവണ ആ ത്രെഷ്ഹോൾഡ് ലിമിറ്റ് 50,000 രൂപ മാസം എന്നാക്കിയിട്ടുണ്ട്. വർഷം 6 ലക്ഷം രൂപ വരെയുള്ളവർക്ക് TDS ഒഴിവായി കിട്ടും. അതിന് മുകളിലാണ് TDS കട്ട് ചെയ്യേണ്ടതാണ്. 194H പ്രകാരം TDS 15,000 രൂപ വരെ ഉള്ളവർക്ക് TDS വേണ്ടായിരുന്നു. ആ ലിമിറ്റ് 20,000 രൂപയായിട്ട് 1/4/2025 മുതൽ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 194J 30,000 രൂപയിൽ നിന്നും 50,000 രൂപ വരെയുള്ളവർക്ക് TDS ആവശ്യമില്ല. 1/4/2025 മുതൽ സെക്ഷൻ 206C1H പ്രകാരം സെല്ലർ കളക്ട് ചെയ്യേണ്ട TCS നിർത്തലാക്കിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.